ഹലോ. എടാ എവിടെടാ? എത്ര നേരമായിട്ട് മനുഷ്യ കാത്തിരിക്കുന്നു. ചെറിയൊരു പണി കിട്ടി. എന്താ പണി? തന്ത വിടണില്ല. എടാ നീ ട്രിപ്പ് ഓണാക്കി വെച്ചിട്ട് അവസാനം ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഞാൻ എന്തോ ചെയ്യാൻ അവസാനം നിമിഷം അങ്ങനെ കയറി വന്നെന്ന്. അച്ചുകുട്ട നീ ഇല്ല ഞങ്ങൾ രണ്ടും പോവില്ല അല്ലേ? അവന്റെ ചെലവ് മുടിപ്പിക്കാന്നല്ലേ നീ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരോട് ഒന്ന് എന്റെ അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യും. എടാ കൺവിൻസ് എന്താ പറഞ്ഞു? അവന്റെ അച്ഛനെ ചെന്ന് കൺവിൻസ് ചെയ്തിട്ട് ട്രിപ്പിനെ വിളിച്ചോണ്ട് പോവാൻ. അവന്റെ അച്ഛനെ? അതെ, അവന്റെ അച്ഛൻ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞോളാം. നീ ബുദ്ധിയില്ലാതെ ഓരോന്ന് വിളിച്ചു പറയാൻ നിൽക്കരുത് കേട്ടാ. എന്താടാ നിന്റെ ഒക്കെ പഠിത്തം? നീ പറഞ്ഞോ. അത് നീ പറഞ്ഞു, നിനക്കല്ലേ ബുദ്ധിയുള്ള, എനിക്ക് ബുദ്ധിയില്ലല്ലോ. എന്റെ ആണോ ഇവന്റെ ആണോ? മൂന്നിന്റെയും. മൂന്നിന്റെ. നീ പറഞ്ഞോടാ. നീ പറഞ്ഞോ. കുഴപ്പമില്ലാതെ പോന്നച്ച. ആർക്ക്? എനിക്കോ? എങ്ങോട്ടാ? ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ഒരു യാത്ര ഉണ്ടച്ച. യാത്രയോ? ഒരു ഉല്ലാസയാത്ര. ഉല്ലാസയാത്രയോ? വിനോദമായിട്ട്. വിനോദയാത്ര. വിനോദയാത്ര. കോളേജിൽ കയറാൻ നേരത്ത് ഞാൻ ഇവന്റെ അടുത്ത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, തൊട്ടി കൂട്ടുകെട്ടി പോയി പെടരുതേ എന്ന്. അത് നമ്മുടെ വീട്ടുകാരും അതാ പറഞ്ഞു. എന്നിട്ടും നീ കേട്ട അവൻ കൂട്ടുകൂടി. നമ്മളായിരുന്നു. അച്ഛ, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ആഹാ, എനിക്കൊന്ന് മൂവ് ഓൺ ആവണം. ഓഹോ. എന്റെ പ്രഷർ അച്ഛൻ അറിയില്ല. അച്ഛന്റെ പ്രഷർ അച്ഛന് മരുന്ന് വിഴിഞ്ഞാൽ മാറ്റാം. ഈ ചെറുപ്രായത്തിലുള്ള എന്റെ പ്രഷറോ? എന്താ നിന്റെ പ്രഷർ? എന്ന് കുപ്പിയെടുക്കാൻ ആലോചിക്കുന്നു, അന്ന് ഡ്രൈഡേ നിനക്ക് പ്രഷർ. കഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ അടുത്ത് ചെന്ന് ഇഷ്ടം പറയുമ്പം അവള് കമ്മിറ്റി ആഫീസ്, നിനക്ക് പ്രഷർ. നീയൊക്കെ ഏതേലും കുറ്റിക്കാട്ടി പോയിരുന്ന് വട്ടത്തി പുക വിടുന്നത് വീട്ടുകാരല്ല, അന്ന് നിനക്കൊക്കെ പ്രഷർ. ഇതൊക്കെ അല്ലാതെ വേറെ എന്ത് പ്രഷറാടാ നിനക്കൊക്കെ ഉള്ളേ? എന്തായാലും നമ്മളെ പോലുള്ള യുവാക്കളെ പറ്റി നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നേ. യെസ്, അൺസൈക്കബിൾ അവരാതെ. അച്ഛ, ഞങ്ങളിത് അലമ്പി കൂത്താടാൻ പോകുന്ന യാത്ര അല്ല, പിന്നെ ഇതൊരു തീർത്ഥാടന യാത്ര. അതെ അച്ഛാ, പച്ചപ്പും ഹരിതാപവും തേടിയ ഒരു യാത്ര, പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു യാത്ര, അമിത ഉറക്കം, ലഡു ഭക്ഷണം. ലഘു ഭക്ഷണം. ഇൻട്രസ്റ്റിംഗ്. ബാഗ് എടുത്തിട്ട് വരാം. അല്ല, എത്ര ദിവസത്തേക്കാ പോന്നേ? അങ്കിൾ 2 days and 5 nights. അതെ, ഡേ കുറവാ. അല്ല, സ്ഥലം എവിടെ? ഗോവ. എവിടെ? ഗോവ. ഗോവയില് ഇണക്കി പ്രകൃതിയെ ഇണക്കി ഉണ്ടാക്കി വരുന്നയൊക്കെ അലിക്കുലത്തൊന്നുമില്ല, മാന്യായിട്ടുള്ള പരിപാടി. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. മക്കള് വിട്ടോ? വേഗം ഇപ്പൊ വീട്ടിൽ ചെന്ന ചോറ് കിട്ടും. ഒന്ന് കൺവിൻസ് ആയി വന്നേരും. കഴിവേറെ മക്കള് ഗോവയെ പിഴയ്ക്കാൻ പോകുന്നതിന് അവനൊക്കെ പ്രകൃതി ഉണ്ടാക്കാൻ പോകുന്ന പന്നികള്. അച്ഛാ, പോയി. അവര് പോയി, പക്ഷെ നീ പോവൂല. അച്ഛന്റെ തീർത്ഥാടനം തീർത്ത് തരടാ ഞാൻ. അച്ഛാ, ട്രിപ്പ് പോയി ഞാൻ ട്രോമേ പോവച്ച. ഓ, നീ അവിടെയും പോവോ? കേറാകത്ത്. അവസാനിപ്പിക്കണം. അതിന് നീ എന്തോ തുടങ്ങിയത് ജീവിതത്തിൽ? ടൈം പാസിന് തുടങ്ങിയ പ്രേമ അവള് ഒരു സീരിയസ് ആയി. അപ്പൊ കെട്ടണം. നിന്റെ അപ്പം കെട്ടും പോടാ പറ്റി. എനിക്കൊന്നും വയ്യ. നീ അവളൊക്കെ ഒന്ന് പിടിച്ച രണ്ടുപേരും പിടിക്കടാ, നല്ലോണം പിടിക്ക്. നീ അവളെ കെട്ടണല്ലേടാ. എടാ, നിനക്കൊക്കെ പെണ്ണുള്ളതിന്റെ അഹങ്കാരം. ഇല്ലാത്തവരെ അതിന്റെ വശം പറയത്തോളാ പട്ടി. എടാ, ഞാനിത് ടൈം പാസിനല്ലേടാ തുടങ്ങിയത്. നീയൊക്കെ ടൈം പാസിന് പ്രേമിക്കുന്ന, ഞാനൊക്കെ ടൈം പാസിന് ചായ കുടിക്കാറാണ് പതിവ്. നീ എന്തോ ചെയ്യുന്നത്? ഞാൻ സിനിമയ്ക്ക് പോവും. നീയാ? അതൊന്നും പറയാൻ കൊള്ളത്തില്ല. എടാ, ഞാനൊരു കുട്ടികൾക്ക് പ്രേമിച്ച് ടൈം പാസ് ചെയ്യുന്നല്ലേ ഉള്ളൂ. നിന്നെ പോലുള്ള ആഭാസന്മാരെ കാരണം അവിടെ ആത്മാർത്ഥ പ്രണയമുള്ള ആൺപിള്ളേരെ പെൺപിള്ളേര് മനസ്സിലാക്കാനാ പോകുന്നത്. മലരെ, അവൻ എന്തേലും കാണിക്കട്ടെ. നമ്മളെന്തിനാ രൂക്ഷം കൊള്ളുന്നേ? ഓക്കെ, എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തേക്കാം, നീ എടുത്തോ. ഞാൻ എടുക്കും. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് എന്തോ വേണം? അല്ല, അവൻ പ്രേമിച്ച പെണ്ണെ നീ പ്രേമിക്കാൻ പോകും. അവൻ പ്രേമിച്ചില്ലേ, എനിക്ക് അവൻ അറിയാലോ. കുഴപ്പമില്ല, ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവള് പിന്നെ തേച്ചിട്ട് ഈ മൊണ്ണെ പ്രേമിക്കണം. സിമ്പിൾ ഫ്രണ്ട്ഷിപ്പടാ. ഒരു ഐഡിയ ഉണ്ട്. എന്താ? കൂട്ടത്തിൽ ഒരു പിഴ അവളെ റോങ് ആയിട്ട് നോക്കണം, പക്ഷെ ഇവൻ പ്രതികരിക്കരുത്. Now it makes sense. പക്ഷെ കൂട്ടത്തിൽ ഒരു പിഴ വേണ്ടേ? ഞാൻ തറവാട്ടി പറഞ്ഞ. നീ ഇപ്പൊ എന്താ മെസ്സേജ് ഒന്നും അയക്കാത്ത? വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റോങ് നോട്ട് നോക്കവളെ. അപ്പൊ നീ ചുമ്മാ നോക്കിയാ മതി. ഒന്ന് ഇങ്ങനെ വിളിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ എപ്പോഴും സംസാരിക്കണ്ട അങ്ങനെ. ഇവൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ
എന്റെ ഫ്രണ്ട് അല്ലേ, അവൻ നോക്കട്ടെ. നീ എന്താ പ്രതികരിക്കാത്തെ? ഞാൻ ഇങ്ങനത്തെ ടൈപ്പാ. എന്താണ് നോക്കുന്ന? അത് കണ്ണുണ്ടായോണ്ട് നോക്കുന്നു. നീ റോങ് ആയിട്ട് നോക്കുന്ന എന്തിന്? നമ്മള് കുടുംബപരമായിട്ട് ഇച്ചിരി റോങ് സൈഡാ. എന്താ ഉണ്ടായ ഗൗരി? പ്രശ്നം പറഞ്ഞാൽ നീ അങ്ങ് തീർത്തു തരുമോ? എന്താടാ പ്രശ്നം? എന്താടാ അളി എന്റെ കണ്ണിച്ച് പൊടി വേണം, അതിന്റെ പെണ്ണ് എന്തൊക്കെയാ എന്നെ പറയുന്നു. അതൊന്നുമല്ല, അവനെ ശരിക്കും മോശമായിട്ടാ നോക്കിയേ. എന്റെ ഫ്രണ്ട്സ് ആരും അത്ര മോശക്കാരന്മാരല്ല. എടാ നീ എന്തൊരു ബോയ് ഫ്രണ്ടാടാ? അവൻ ഇവിടെ റോങ് ആയിട്ട് നോക്കിന്ന്. റോങ് ദിസ് ഇസ് റോങ്. ഇവനുള്ള കൺസേൺ പോലും നിനക്കില്ലാത്തത് എന്താ? എന്റെ ഇത്രയൊക്കെ ഉള്ളു, വേണം ഞാൻ അങ്ങ് പ്രേമിക്ക്. ഹോ, നിന്റെ പോക്കങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ദേ, എന്നെ കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ഇവന്റെ വീട്ടിൽ പോയി ആത്മഹത്യ. എന്റെ വീടാ? നിന്റെ വീട്ടിൽ കാര്യമില്ലേ? നിനക്കല്ലേ എന്നോട് ഇച്ചിരി കെയറിങ് കൂടുതൽ. എന്നാ നിനക്ക് അവനെ പ്രേമിച്ചൂടെ? നീ പോടാ. മോള് നമ്മളിത് ടൈം പാസിനല്ലേ തുടങ്ങിയ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലല്ലേ? പന്നി. ഇത് ഏത് സീരിയലിന്റെ സെറ്റ് ചെയ്യുന്നു? സീരിയലാ? അല്ല, വീട്ടിലും അണിഞ്ഞു ഒരുങ്ങി നിൽക്കുന്നു. എടോ, ഇതൊക്കെ പുറത്തറിഞ്ഞോണ്ടല്ലോ തയ്യേറിപ്പോവും. തയ്യേറി. എനിക്ക് വിശക്കുന്നു. ഞാൻ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് ചോറല്ലേ, എനിക്ക് കാപ്പി വേണം. എടോ, താൻ രാവിലെ എണീക്കാത്തോടെ ഞാൻ രാവിലത്തേക്കൊന്നും ഉണ്ടാക്കിയില്ല. ഓഹോ, അപ്പൊ ഞാൻ ഉച്ചക്ക് എണീറ്റില്ല നീ റീത്തുണ്ടാക്കി എന്നെ നെഞ്ചത്ത് വെക്കൂ? നീ ഉച്ചക്ക് എണീറ്റില്ലേ ഞാൻ വൈകിട്ട് ചായ ഉണ്ടാക്കി വെക്കും. ഓ, കല്യാണത്തിന് മുമ്പ് എന്തുവായിരുന്നു? കല്യാണത്തിന് എന്തുവായിരുന്നു? എടാ, നിനക്ക് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് എന്നെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയനല്ലേ എടാ നീ? പകരം എന്റെ കൂട്ടുകാരെ അംബരീഷിനെ ഞാൻ നിർത്തിയിട്ടാ പോയത്. അമ്പഴങ്ങ ഇതുവരെ തെറ്റാന്ന് മനസ്സിലായിട്ടില്ല. മൊണ്ണ നിന്റെ എന്തുവാ? എന്റെ എന്താ? ആ, കറക്റ്റ്. എടാ, കണ്ണാടി കൂടെ ഞാൻ കണ്ടടാ. എന്നാ കണ്ണാടി പിടിച്ചിടി. അമ്മ അന്നേ പറഞ്ഞു ബിജുമാവന്റെ മുള കെട്ടിയാ വണ്ടി ആരെടുത്തോണ്ട് പോയി? മായേ, എന്തുവാ? എന്റെ കാർ ആരെടുത്തോണ്ട് പോയി? അയ്യോ, അയ്യോ, എവിടെ പോവാൻ? എന്റെ കാർ ആരെടുത്തോണ്ട് പോയെന്ന്? മോനോട്ടം വന്നായിരുന്നു. ഇനി അവനെങ്ങാണ്ട് എടുത്തോണ്ട് പോയാ? എന്റെ വണ്ടി ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളൊന്നും അടങ്ങ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അളിയൻ തന്നെ എടുത്തോണ്ട് പോയത്. അയ്യേ, ഇങ്ങനെ കിടന്ന് കുണുങ്ങാതെ. അവനെ വിളി, എനിക്ക് എന്റെ വണ്ടി ഇപ്പൊ വേണം. ഞാൻ വിളിച്ച് പറയാം അവന്. വിളിക്ക്. മോനിട്ട വണ്ടി എടുത്തോണ്ട് പോകുമ്പോ പറഞ്ഞിട്ട് എടുത്തോണ്ട് പൊക്കോടെ. ഞാൻ കൊണ്ടുപോയി അങ്ങ് തിരിച്ചു കൊണ്ടുവരുമല്ലേ, പുഴുങ്ങി തിന്നാൻ കൊണ്ടുപോയതൊന്നും ഇല്ലല്ലേ. പുള്ളി വണ്ടി ആർക്കും കൊടുക്കത്തില്ല, നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് എവിടെ പുള്ളി? പെണയും കട്ടിലെ കിടപ്പുണ്ട്. ചോറ് പോലും മുഴുവൻ കഴിച്ചില്ല. അത് വിശപ്പില്ലാത്തോണ്ടായിരിക്കും. ചെല്ലങ്ങോട്ട്. അളിയ ഞാൻ രാവിലെ വന്നപ്പോ അളിയ ഉറങ്ങുമായിരുന്നു, അതാ ചോദിക്കാണ്ട് എടുത്തോണ്ട് പോയെ. കൊടുത്തിട്ട് പോടാ. സമാധാനം ആയല്ലോ അല്ലേ? എടുത്ത് ഉരുട്ട്. സൂപ്പർ വണ്ടി അളിയ, റയർ കളക്ഷന്. നീ ചോദിക്കാണ്ട് എടുത്തോണ്ട് വേണ്ടല്ലേ ഞാനങ്ങ് പാനിക്കായി പോയത്. അളിയന്റെ വണ്ടി സ്വന്തം വണ്ടിയായിട്ട് കരുതിപ്പോയി. മോനൂട്ടാ, ഇല്ലളിയ, അളിയൻ വീട്ടിൽ വന്നപ്പോ 3 ഹോട്ട് വീൽസാ എന്റെ ഈ കൈ കൊണ്ട് ഞാൻ അളിയന്റെ കയ്യിലോട്ട് വെച്ച് തന്നെ. അളിയൻ വേറെ ഏത് വണ്ടി കൊണ്ടുപോയാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ മസ്താങ് എടുത്തോണ്ട് പിന്നെ മനസ്സ് താങ്ങിലളിയ. അളിയന്റെയും പെങ്ങളെയും പ്രേമം വീട്ടിൽ പൊക്കിയപ്പോ അളിയന് വേണ്ടി ചുക്കാമണി പിടിച്ചത് ഞാനാ. ചുക്കാൻ പിടിച്ചാണോ? ആ, എവിടെയും പിടിച്ചത് ഞാനാ. അളി ഇങ്ങനെ അവിടെ എവിടെ പിടിച്ച കാര്യം പറയാ, നമുക്ക് 2 റൗണ്ട് ഓടിച്ചിട്ട് പോവാം. അടുത്തൊരു റിമോട്ട് കൺട്രോൾ ഓർഡർ ചെയ്യളിയ. ഓർഡറാ പറയാച്ചാ. വന്ന് ഇവിടുത്തെ മണ്ണായിട്ട് കാറുരുട്ടി കളിക്കുന്നു.